വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഒരു റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു പ്ലാന്റേഷൻ വാലി എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയുടെ റിസോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വാൽപ്പാറയ്ക്ക് പോകാൻ പോവാണ്. ഇവിടെയാണെങ്കിൽ കുറേ റിസോർട്ട്സ് എല്ലാം ഉണ്ട്. ഇത് നേരെ ജംഗിളാണ് ഫുള്ള്. നമ്മളിപ്പോൾ ഇതിന്ന് കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. നമ്മുടെ കഴിക്കുന്ന സ്ഥലം, അതാണ് നമ്മുടെ കഴിക്കുന്ന സ്ഥലം. ഇവിടെ പിന്നെ ആ സൈഡിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം വെച്ചൊരു സാധനമുണ്ട്. നമ്മളിപ്പോൾ പതുക്കെ ആ സാധനം എടുത്തിട്ട് പോകാറ്. റാബ് തന്നെ എത്താം. ഓക്കെ, താങ്ക്സ്. അതിപ്പോൾ നമ്മൾ ചാവിയെല്ലാം കൊടുത്ത് കാറിനടുത്തേക്ക് പോകാൻ പോവാണ്. ആ കാറിലെ ബ്ലാക്ക് കാറാണ് നമ്മുടെ വയനാട്ടിൽ നമ്മൾ പോകാൻ പോകുന്നത്. വാൽപ്പാറ എത്തി കഴിഞ്ഞിട്ട് കാണിക്കാം ഗൈസ് വീഡിയോ. വാൽപ്പാറ പോകുന്ന ഒരു കിടിലം വ്യൂ പോയിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിരപ്പള്ളി വാട്ടർഫോൾ. കുറേ മലകളുണ്ട്, മൂടൽമഞ്ഞുണ്ട്. ഇനി ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിരപ്പള്ളി വാൽപ്പാറയിൽ പോകുന്ന ആ വഴി കാണിച്ചാണ്. ഇപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാൽപ്പാറയിൽ നിൽക്കുന്ന സ്ഥലം. ഡൽഹി സ്റ്റോൺ ആണ് പേര് ഈ ഹോട്ടലിൻ്റെ. ഇതാണ് നല്ല ഇന്ത്യയിലാണ്. ഇതാണ് നമ്മുടെ റോഡ്. ഒരു ബാൽക്കണിയുണ്ട്. ഇപ്പോൾ മഴയൊന്നും കാണിക്കാനും പറ്റത്തില്ല. ഇവിടെ കുറേ മലകളുണ്ട്, മൂടൽമഞ്ഞുണ്ട്. നല്ല വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ബെഡ്. പിന്നെ ബാത്റൂം ഉണ്ട്. ഇതാണ് ബാത്റൂം. അപ്പോൾ അത്ര ഉള്ളൂ. ഇനി പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പുറത്തോളം പോകുന്നത്
പതുക്കെ ഇവിടുന്ന് ഇറങ്ങി. അവിടെ എത്തിയിട്ട് വിളിക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നടക്കാൻ പോവാണ്. ഇത് ഏത് ടൗണാടാ? ഇത് വാൽപ്പാറ ടൗണാണ് ഗൈസ്. ഇതിപ്പോൾ തമിഴ്നാടാണ്. നമുക്ക് ഇവിടുന്ന് സ്ഥലമെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. ഇവിടുത്തെ മാർക്കറ്റിലോട്ടല്ലേ ഇപ്പൊ നമ്മൾ പോകുന്നേ? ആ, നമ്മൾക്ക് ഇവിടുത്തെ ഒരു മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. ഇവിടെ എന്തൊക്കെ നല്ല ഫ്രൂട്ട്സ് കിട്ടും? കുറേ ഫ്രൂട്ട്സ് കിട്ടുന്നത്. ആപ്പിൾ ഇതെല്ലാം കിട്ടും. ആ, ഇവിടെ കുറേ കടകളുണ്ട്. ഈ നേരെ കാണുന്നതാണ് നമ്മുടെ മാർക്കറ്റ്. നേരെ കാണുന്ന ഫുള്ള് നമ്മുടെ മാർക്കറ്റാണ്. കുറേ ഉണ്ട്. പക്ഷിയോട് നടന്ന് പോവാണ്. മൈസിനെ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കയറി. ഇവിടെ കുറേ പ്ലംസിൻ്റെ ബാഗിൻ്റെ അതിലൊക്കെ കുറേ കടയുണ്ട്. മൊബൈലിൻ്റെ കടയെല്ലാം ഉണ്ട്. പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ട്. കുറേ ആളുകളുണ്ട്. ഭയങ്കര തിരക്കാണ്. 3 മണിക്കൂറിൻ്റെ യാത്രയായിരുന്നു ഒരു ആതിരപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരാം. ഇത് തമിഴ്നാടാണ് ഗൈസ്. ഗൈസ് ഇവിടെ ഒരു പശുവിനെ കാണാൻ കപ്പയാണ് ഗൈസ്. ഇതാണ് എൻ്റെ അച്ഛനാണ് ഗൈസ്. ഇത് ലോക്കൽ കൃഷി കപ്പയാണ്. വഴിയില്ല. ഇവിടെ കുറേ കപ്പകളുണ്ട്. നേരെ കണ്ട ഇവിടെ കണ്ട കുറേ കപ്പകളുണ്ട്. അത് പതുക്കെ പതുക്കെ നടന്ന് പോവാണ്. മുറാവി കപ്പ 1.5 കിലോ 50 രൂപ, 1.5 കിലോ 50 രൂപ, 1.5 കിലോ 50 രൂപ. കപ്പ മുറാവി കപ്പ 1.5 കിലോ 50 രൂപ. ഇവിടെ മാർക്കറ്റിൽ കണ്ടോ പ്രത്യേക ട്രിക്കാണ്. എന്താണ് എല്ലാം ഇവിടെ എല്ലാവരും മറ്റേ ടേപ്പ് റെക്കോർഡർ വെച്ചാണ് ചെയ്യുന്നത്. അതെ അതെ, മൈക്കൊക്കെ വെച്ചിട്ട് അല്ലേ? ഇതൊക്കെ ഒരു ഫ്രൂട്ട്സ് കടയാണ്. മാമ്പഴത്തിന്റെ നമ്മളിപ്പോ അങ്ങോട്ട് പോകണം. ആ സൈഡിലോട്ട് സ്നാക്സിന്റെ കടയും ബേക്കറിയും ഉണ്ട്. ബേക്കറി ആ, നമ്മുടെ കേരളത്തിൽ അങ്ങനെ കിട്ടാത്ത 1-2 ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഒരുപാട് കിട്ടാത്തത് അത് കണ്ടോ? പ്ലം കിട്ടാറില്ല. പ്ലം കുറവാ. പിന്നെ അത് കണ്ടോ? എന്താ അത്? മാംഗോസ്റ്റിൻ. അത് കണ്ടോ? മാംഗോസ്റ്റിൻ. പിന്നെ റംബൂട്ടാൻ കിട്ടാറില്ല അത്ര. 400. അപ്പൊ പതുക്കെ അങ്ങോട്ട് നടക്കാൻ. കേരളത്തിൽ ഇത് 300 രൂപയുള്ളൂ മാംഗോസ്റ്റിൻ.
ഉണ്ടോ? ഇത് കണ്ടോ? വെളുത്തുള്ളി മാർക്കറ്റ്. ഇതാണ് വെളുത്തുള്ളിയുടെ മാർക്കറ്റാണ്. നല്ല ഫ്രഷ് പച്ചക്കറിയും കിട്ടുന്നുണ്ടല്ലേ ഇവിടെ? പച്ചക്കറിയും ഇതും ഉണ്ട്, ഫ്രൂട്ട്സും നല്ല പിന്നെ അവിടെ കുറെ ബാഗിന്റെ കടയുണ്ട്, പിന്നെ ചായയുടെ കട, ചായക്കട. ഇതാണ് പച്ചക്കറിയുടെ കട. ഉണ്ടോ? മുരിങ്ങയില വരെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ വെറുതെ നമ്മൾ കളയുന്ന സാധനമാണ് അല്ലേ? ഒരു ത്രാസ് വെച്ചാണ് ഈ ഷാപ്പില് എത്ര കിലോ ആണ്. കപ്പേരാണ്, പിന്നെ തേങ്ങ, പഴം, ഏത്തപ്പഴവും പഴവും, പിന്നെ മാമ്പഴമാണ്. ബട്ടർ ഫ്രൂട്ട് ഇത് കണ്ടോ? ബട്ടർ ഫ്രൂട്ട് അവക്കാഡോ ആണോ? അതന്നെയല്ലേ ബട്ടർ ഫ്രൂട്ട്? ബട്ടർ ഫ്രൂട്ടാണെന്ന് അതാണ് പറഞ്ഞ വില ഫുൾ എസ്റ്റേറ്റ് ആണെന്ന് ചെക്ക് പോസ്റ്റ് കണ്ടോ? ഇതാണെങ്കിൽ സ്വീറ്റ്സിന്റെ കട, സോക്സ് എല്ലാം കിട്ടുന്നത്, തുണികളുടെ കടയുണ്ട്, സ്വെറ്ററെല്ലാം കിട്ടുന്നത്. നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇതും അതുപോലെ മുമ്പിൽ നോക്കിയാ വലിയൊരു പശു. റോഡ് സൈഡിലുള്ള വേസ്റ്റ് കഴിക്കുക. ഇതിന് ഒരു ധാന്യങ്ങളെല്ലാം ആണ്. ഉപ്പ്, പഞ്ചസാര, അതുപോലത്തെ കടകൾ. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. എൻ്റെ മൈക്ക് അത്ര ക്ലിയർ അല്ല. കണ്ടോ? കുറച്ച് സൗണ്ട് ക്ലാരിറ്റി കുറവാണ്. ഇവിടെ കൊണ്ടുപോയി ലോഡ്ജാണ്. ശ്രീകൃഷ്ണ ലോഡ്ജ് എന്ന് പറയുന്ന സ്ഥലമാണ്. കണ്ണു ആ സൈഡിൽ നോക്കിയൊരു ബജ്ജിക്കട. ഇവിടെ ഒരു പച്ചിക്കട ഉണ്ട്, പിന്നെ കുറെ തുണികളുടെ കടകളുണ്ട്. ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ഉണ്ട് ഇത് വേറൊരു ബേക്കറിയാന്ന് തോന്നുന്നു. മൊബൈൽ ഷോപ്പാണ്. ഇതാണ് വേറൊരു റെസ്റ്റോറൻ്റ് ആണ്. ഈ റെസ്റ്റോറൻറ്റ് മാൽപ്പാറക്കിന് ഇതിനും നല്ലൊരു പ്രൊമോഷൻ കിട്ടാനില്ല അല്ലേ തന്മയി? ആണാണ്. നടന്നുകൊണ്ട് പോവാണ്.
വാൽപ്പാറ ടൗൺ ആണ് അല്ലേ? ആ ആ ചായപ്പൊടി അത് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാം. ചായപ്പൊടി പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ വേറെ ഹോട്ടലുകളുണ്ട്. ഇതാണെങ്കിൽ ഒരു എന്തോ ഒരു പലചരക്ക് കാര്യങ്ങളാണ്. ഇതും അതുപോലെയാണ് ഇലക്ട്രോണിക്സ്. ഇതിവിടെ കുറേ കടകളുണ്ട്. ഇതിനകത്ത് കൂടുതലും തുണിക്കളുടെ കടയാണ്. കുറേ തുണിക്കടയുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇവിടെ ചായപ്പൊടി, ഹോം മെയ്ഡ് ചോക്ലേറ്റ്, ഫ്രൂട്ട്സ്. ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഫ്രൂട്ട്സ് ഉണ്ട്. ചായപ്പൊടി അത്ര കുറേ കാര്യങ്ങളാണ്. ഗൈസ് ഇനി അവിടെ കുറച്ചുകൂടെ നടക്കാനുണ്ട്. അതായിട്ട് വിളിക്കാം ഗൈസ്. ഗൈസ് ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി ഒരു തേയിലത്തോട്ടം കണ്ടു. ഞാൻ നേരെ കണ്ടത് അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് വിട്ട് കാണിക്കാം ഗൈസ്. ആളുകളെ കണ്ട് അത് നേരെ ഫുൾ ആളുകളാണ്. ഇത് വണ്ടിയിൽ പോയിട്ട് അഞ്ചരണ്ടാവും. നേരെ ആടുകളാണ് ഗൈസ്, ഫുൾ ആടുകളാണ്. ചെറിയൊരു സെറ്റപ്പാണ്. ഗോട്ടാണ് സാർ, ഗോട്ട്. ഇത് ഫുള്ള് ബോട്ടാണ്. ക്രിസ്ത്യാനോ ഗോട്ട്, മെസ്സി ഗോട്ട് എന്ന് പറയണ പോലെ ഗോട്ട് വാങ്ങുക. ഹ്യൂമർ സെൻസ് ഒക്കെ. ഗൈസ് ഇപ്പോൾ നമ്മൾ വേറൊരു ചെറിയൊരു മാർക്കറ്റ് അപ്പോൾ ഇനി മാർക്കറ്റ് കിട്ടിയിട്ട് കാണിച്ചു തരാം. ബാർബർ ഷോപ്പാണ്. ബാർബർ ഷോപ്പ്, പഴയൊരു ബാർബർ ഷോപ്പാണ് ഇത്. ഇവിടെ ഒരു മാർക്കറ്റ് നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ ഒരു ഹോം മെയ്ഡ് ഗാരേജ് വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും കാണാറില്ല. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് ഓട്ടോയിലാണ് പോകാൻ പോകുന്നത്. കച്ചവടമാണ്. ഇത് നേരെ ഫുള്ളും തേയിലത്തോട്ടമാണ്. നേരെ ഫുള്ളും തേയിലത്തോട്ടമാണ്. നല്ല ഭംഗിയാണ്. ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ടെല്ലാം ഉണ്ട്. ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. നേരെ കാണാൻ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇതിനോട് തോടുണ്ട് ചെറിയൊരു.
റോഡാണ്. നമ്മളിപ്പോൾ ഒരു പാലത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ മറ്റേ ഫുട്ബോൾ ഗ്രൗണ്ട്. നല്ല വലിയ അത്യാവശ്യം വലിയ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. പ്രൊഫഷണൽ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അവിടെ നമുക്ക് റോഡ് റോളറുണ്ട് ഗ്രൗണ്ട് നിരപ്പാക്കാൻ. അവിടെ കണ്ടോ ചെറിയൊരു ഹട്ട്. ബ്രയാറിന്റെ ഇതാണ് ടീ ഹൗസ് ആണ് അത്. ബ്രയാർ ടീ ഹൗസ്. അത് മറ്റേ ടീ ബ്രയാർ എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റിന്റെ ടീ ഹൗസ് ആണ് അത്. ഞങ്ങൾ അവിടെ ചായ കുടിക്കാൻ പോകും. ഞങ്ങളിപ്പോൾ അവിടെ എന്തെങ്കിലും കഴിക്കാനും ചായ കുടിക്കാനും പോവാണ്. ഇപ്പോൾ നമ്മൾ മറ്റേ ടീ ബ്രയാർ എന്ന് പറഞ്ഞൊരു വലിയൊരു കമ്പനിയുടെ ടീ ഹൗസിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു വലിയ ടീ എസ്റ്റേറ്റ് ആണ്. ഇത് ഒരു എക്സ്പോർട്ടിങ് കമ്പനിയാണ്. നമ്മൾ പാർട്ടിക്ക് തരാം. ഞാൻ പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഇവിടെ കുറേ തൈലത്തോട്ടമുണ്ട്. ചായ കുടിച്ച് കഴിച്ചിട്ട് നിങ്ങളെ കാണിക്കാം അടുത്ത്. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഫുട്ബോൾ ഗ്രൗണ്ട്. നമ്മളതിൻ്റെ അടുത്തൊരു മറ്റേ പ്രൊഫഷണൽ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. രണ്ട് റോഡ് റോളറുണ്ട്. ഇത് ഫുള്ള് മറ്റേ ഗ്രാസിലെ നിരപ്പാക്കാൻ ചെയ്യുകയാണ്. പിന്നെ നേരെ ഈ സൈഡ് ഫുള്ള് തേയിലത്തോട്ടമാണ്. അതിന്റെ നടുക്കായിട്ടാണ് നമ്മുടെ ഈ ടീ ഹൗസ് ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ചായ എല്ലാം കുടിക്കുന്നത്. പിന്നെ ഇവിടെ വലിയൊരു മരവും ഉണ്ട്. വലിയതാണ്, കണ്ടോ? എന്താണെന്ന് പറയട്ടെ, അത് എന്തുവാ? യൂക്കാലിപ്സ്. ഇത് യൂക്കാലിപ്സിന്റെ മരമാണ്. ഇത് ഇത്ര വലിയ യൂക്കാലിപ്സിന്റെ മരമാണ്. ഇത് കണ്ടോ, ഇത് ഒരു വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇവിടെ നല്ല എനർജിയും കിട്ടും കളിക്കാൻ, നല്ല തണുപ്പുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ചായ കുടിച്ചിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ കയറാൻ പോകാണ്. ഇതും മറ്റേ ഗുഡ് ബ്രിയാർ എന്ന് പറഞ്ഞൊരു വേറൊരു ഗ്രൂപ്പാണിത്. കുറേ ഗ്രൂപ്പിൻ്റെ ഇതാണ്. പിന്നെ ഇത് വേറൊരു എസ്റ്റേറ്റാണ്. കുറേ ഗ്രൂപ്പിനെല്ലാം കൂടിയാണ് ഈ തേയിലത്തോട്ടം ഫുൾ ഉണ്ടായിരിക്കുന്നത്. കൊണ്ടുപോയിട്ട് ഇത് ഫുള്ള് തേയിലയാണ്. കണ്ടോ? ഇത് ഫുള്ള് വേറെ വേറെ ഗ്രൂപ്പിൻ്റെയാണ്. പിന്നെ അവിടെ കണ്ടോ ഒരു മലയും പിന്നെ കാട് പോലത്തെ സ്ഥലമാണ് ഈ നേരെ. പിന്നെ ഇവിടെ ഒരു റിവറുണ്ട്. അവിടെ പിന്നെ ഏതോ ഒരു സ്കൂളാന്ന് തോന്നുന്നു നേരെ കണ്ടത്. അവിടെ കണ്ടോ കുറേ മൂടൽമഞ്ഞുണ്ട്. കുറേ മരങ്ങളും എല്ലാം കൂടിയൊരു മൂടൽമഞ്ഞാണ് അത്. സൂം ചെയ്ത് കാണിച്ചാൽ ഉണ്ട്. ഓക്കെ, ഇനി നമ്മളിന്ന് എവിടെ പോകുന്നത്? നമ്മൾ ഇതിന്റെ അകത്തൂടെ നടക്കുവാ ഇപ്പോ കുറച്ചു നേരം. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തൂടെ നടക്കാൻ പോവാണ്. ഇപ്പൊ നമ്മള് നമ്മുടെ തേയിലത്തോട്ടെല്ലാം കണ്ടിട്ട് നടന്നു വരാണ്. കണ്ടേ, ഇത് ഫുള്ള് തേയിലത്തോട്ടമാണ്. അവിടെ കുറേ മറ്റേ കാട്ടുപൂത്തുകളുണ്ട്. അല്ല, കാട്ടല്ല, നാടൻ പൂത്തുകളാണ്.
നമ്മുടെ നാട്ടിലൊന്നും ഇത്ര കാണാറില്ല. ഇത് ഫുള്ള് കൂട്ടമാണ്. ഇവിടെ ഒരെണ്ണമുണ്ട്, നേരെ ഉണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, അതൊരെണ്ണം. പിന്നെ ഇത് ഫുള്ളൊരു ടൗണാണ്. ഇപ്പോൾ നമ്മുടെ റൂം ഇവിടെ ആണെന്നാണ് പറഞ്ഞത്. നമ്മളെന്തായാലും ഓട്ടോയിലാണ് പോകാൻ പോകുന്നത്. തിരിച്ച് സ്പീഡ് നടക്കാം. നമ്മുടെ കൂട്ടത്തിലുള്ള അവിടെ നേരെ പോയി. അത് ഇതൊരു വലിയ ഒരു ബിൽഡിംഗ് ആണ്. എനിക്കൊന്നത് സ്കൂളാണെന്നാണ്. അത് ഞങ്ങോട്ട് നടക്കാം. ചെറുതായിട്ട് മഴ വരുന്നുണ്ട്. ഇവിടെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് റൂമിൽ എത്തിയിട്ട് ഒന്നും കൂടി കാണാം. ബൈ. നമ്മളിപ്പോൾ ഓട്ടോയിൽ മറ്റേ വാൽപ്പാറ ടൗണിൽ നിന്ന് ഫുഡും എല്ലാം പർച്ചേസ് എല്ലാം ചെയ്ത് ഇപ്പോൾ റൂമിലോട്ട് വരുവാണ് ഗൈസ്. ഇവിടെ ഒരു നല്ല വ്യൂ ഉണ്ട്. പൊളി വ്യൂ ആണ്, കിടിലം വ്യൂ. അവിടെ ഒരു ചെറിയ അരുവിയും കൂടി ഉണ്ട്. ആ സൈഡിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ചെറിയ ഒരെണ്ണം ഉണ്ട്. എന്നോട് ഇരിക്കാം, വേണമെങ്കിൽ ഇനി ഇരിക്കാം. അവിടെയാണ് ഫുള്ള് തേയിലത്തോട്ടവും പിന്നെ മൂടൽമഞ്ഞുമാണ്. ഈ സൈഡ് ഫുള്ള് മൂടൽമഞ്ഞും തേയിലത്തോട്ടമാണ്. ഇനി നമ്മൾ രാത്രി ഇടയ്ക്ക് എവിടെയെങ്കിലും കുറച്ച് നേരം കൂടി പുറത്തു പോകും ഗൈസ്. അപ്പോൾ ബൈ. ഇനി അവിടെ പൊന്തു കാണാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് അടിച്ച് പൊള്ളാച്ചി വഴിയും ഇടയ്ക്ക് പാലക്കാടും പോകും. ആ വഴിയിൽ നിന്ന് നോർത്ത് പറവൂർ എത്തും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മറ്റേ വാൽപ്പാറയിൽ നിന്ന് വരുന്ന ആ വഴിയിൽ, പൊള്ളാച്ചി പോകുന്ന ആ വഴിയിൽ ഒരു വലിയൊരു ഡാം കണ്ട് ഗൈസ്. നല്ല കിടിലൻ സ്ഥലമാണ്. ഫാമിലിയിലെ വന്ന് ഇവിടെ വ്യൂ പോയിന്റ് പോലെയാണ്. നമ്മൾ ഈ വണ്ടിയിലാണ് വന്നത്. നല്ല ഭംഗിയുണ്ട്. അവിടെ കുറേ മലകളും നല്ല കാറ്റുണ്ട്. സോ ഇനി മറ്റേ പൊള്ളാച്ചി എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കാം. ബൈ. സോ ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കുതിരാൻ തുരങ്കത്തിൽ കയറാൻ പോവാണ്. പാലക്കാടാണിത്. നേരെ അതാണ്. അതിക്കകത്ത് കയറി. ഇത് കുറേ വലിയ തുരങ്കമാണ്. കുറേ ലൈറ്റും ഉണ്ട്. ഇത് പാലക്കാട് ഹൈവേയിലാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പൊ തീരും കഴിച്ചത്. തുരങ്കണ്ട് വീട്ടിലെത്തിയിട്ട് കാണിക്കാം. ഇപ്പൊ കഴിയും ഗൈസ്. നമ്മളിപ്പോ തുരങ്കത്തിൽ നിന്ന് പുറത്തു വന്ന് ഗൈസ്, നമ്മുടെ ട്രാവലിങ്ങെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ.